അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡുമായി ബന്ധപ്പെട്ട് ഈ 2020 പ്രത്യേകിച്ച് സാബുവും ജേക്കബ് കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് ആരോപണങ്ങൾ MLA-ക്കെതിരെയും PWD മിനിസ്റ്റർക്കെതിരെയും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന വിജയ് കൺസ്ട്രക്ഷൻ 30/1/2021 ഈ വർക്ക് സൈറ്റ് കോൺട്രാക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എഗ്രിമെന്റ് വെക്കുന്നത് 20/1/2021. അപ്പൊ 21/1/2021 എഗ്രിമെന്റ് വെക്കുന്നത്. 6 മാസത്തെ കാലയളവിലേക്കാണ് ഇവർക്ക് വർക്ക് കൊടുത്തത്. അതിനുശേഷം ഈ വർക്ക് പൂർത്തീകരിക്കാത്തത് കൊണ്ട് 29/7/2021 സൈറ്റ് തിരിച്ച് നമുക്ക് തന്നോന്നുള്ള രീതിയിലാണ് അന്ന് എഗ്രിമെന്റ് വെച്ചത്. 6 മാസത്തിനുള്ളിൽ വർക്ക് പൂർത്തീകരിക്കാത്തത് കൊണ്ട് 50,000 രൂപ ഫൈനോടുകൂടി, അത് ഈ കോൺട്രാക്ടറുടെ റിക്വസ്റ്റ് പ്രകാരം 28/10/2021 വരെ ആദ്യ തവണ നീട്ടിക്കൊടുത്തു 50,000 രൂപ ഫൈനോടുകൂടി. എന്നാൽ നീട്ടിക്കൊടുത്ത 28/10/2021 വരെ തീയതിയും വർക്കൊന്നും നടന്നില്ല. വീണ്ടും അയാൾ റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ 21/1/2022 വരെ വീണ്ടും സമയം നീട്ടിക്കൊടുത്തു ഈ വിജയ് കൺസ്ട്രക്ഷന്. എന്നാൽ 2ാം തവണ നീട്ടിക്കൊടുത്ത് കരാറുകാരൻ വർക്കൊന്നും ചെയ്തില്ല. 24/4/2022 വരെ 3ാം തവണയും ഫൈൻ ഇല്ലാതെ വീണ്ടും നീട്ടിക്കൊടുത്തു. വീണ്ടും പ്രവൃത്തി ചെയ്യാതെ വീഴ്ച വരുത്തിയ കരാറുകാരിൽ നിന്നും 1 ലക്ഷം രൂപ ഫൈൻ ഈടാക്കി 4ാമതും വർക്ക് 23/7/2022 വരെ വീണ്ടും ഇത് വർക്ക് നീട്ടി നൽകി. 4ാം തവണയും കരാറുകാരൻ പ്രവൃത്തി ചെയ്യാതെ വീഴ്ച വരുത്തുകയും 2,02,222 രൂപ ഫൈൻ ഈടാക്കി 5ാം തവണയും ഈ വർക്ക് നീട്ടിക്കൊടുത്തു. 22/10/2022 വരെയാണ് അന്ന് നീട്ടിക്കൊടുത്തത്. 5 തവണയും വീഴ്ച വരുത്തിയ കോൺട്രാക്ടർക്ക് 2,11,111 രൂപ ഫൈനോടുകൂടി 25/1/2023 വരെ 6ാം തവണയും എഗ്രിമെന്റ് കാലാവധി നീട്ടിക്കൊടുത്തു. ഇത്തരത്തിൽ 21/1/2023 എഗ്രിമെന്റ് വെക്കുക 6 മാസം പൂർത്തീകരണ കാലാവധിയായി കൂടി 30/1 വർക്ക് ചെയ്ത വർക്ക് 6 തവണയാണ്. 4 തവണ അത് ഫൈനോട് കൂടിയും 2 തവണ ഫൈൻ ഇല്ലാതെയും നീട്ടിക്കൊടുത്തത്. 7ാം തവണയും ഇയാള് ഈ വർക്കിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എല്ലാ മാസവും CMT മീറ്റിങ്ങിൽ ഈ വർക്ക് നിരന്തരമായിട്ട് ഇയാളെ വിളിക്കുകയൊക്കെ ചെയ്യും. 7ാം തവണ വീണ്ടും റിക്വസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. ഇത് ഇയാൾ വർക്ക് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ലാത്തതുകൊണ്ട് ഇയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഒഴിവാക്കി. അതിനുശേഷം ഇയാൾ പരാതി കൊടുത്ത് ഇയാളെ ഹിയറിങ്ങിന് വിളിപ്പിച്ചു. ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ 7ാമത്തെ പ്രാവശ്യം റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നീട്ടി നൽകണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. പക്ഷെ ഇയാളുടെ മുൻകാല ചരിത്രം 2 വർഷം 6 മാസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഏകദേശം 2 വർഷം 6 തവണ നീട്ടിക്കൊടുത്തിട്ട് ഇയാളെ ചെയ്യാത്തത് കൊണ്ട് ഇയാൾ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെതിരെ അയാൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വീണ്ടും ഈ കരാറുകാരനെ കേൾക്കണമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ഹിയറിംഗ് നടത്തി വീണ്ടും ഇയാളെ ഒഴിവാക്കാൻ തീരുമാനിച്ചു റിസ്ക് ആൻഡ് കോസ്റ്റിൽ. അതിനുശേഷം പുതിയ ടെൻഡർ വിളിച്ചു. പുതിയ ആദ്യത്തെ 2-3 തവണ ആരും എടുത്തില്ല ടെൻഡർ. കാരണം ഒരു വർക്ക് ഇട്ടേച്ചു പോയ ഒരു വർക്ക് ആയതുകൊണ്ട് അവരുടെ കോൺട്രാക്ടേഴ്സിന്റെ ഇടയിൽ ചില ഒരു ഐക്യം രൂപപ്പെടുകയും പ്രത്യേകിച്ച് കിഴക്കമ്പലമായതുകൊണ്ട് നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വേറെ കോൺട്രാക്ടേഴ്സ് ഒന്നും വർക്ക് എടുത്തില്ല. 5ാം തവണ ടെൻഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് 47% ഹൈക്കിൽ എടുത്തു.
10% മുകളിലാണെങ്കിൽ ക്യാബിനറ്റിന്റെ ഡിസിഷൻ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഇയാൾ ഹൈക്കോടതിയിൽ പോയി. വിജയ് കൺസ്ട്രക്ഷൻ വീണ്ടും ഹൈക്കോടതിയിൽ പോയിട്ട് വീണ്ടും ഇയാൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ റിസ്ക് ആൻഡ് കോസ്റ്റിലായതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ഇതിന്റെ ഹൈക്ക് വന്നതെല്ലാം അയാളുടെ ചുമതലയിലായതുകൊണ്ട് അയാൾ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വീണ്ടും ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് ഇത് കേട്ട് ഹിയറിംഗ് നടത്തി കേൾക്കാൻ പറഞ്ഞു. ചീഫ് എഞ്ചിനീയറും തീരുമാനിച്ചു ഇനി ഇയാൾക്ക് കൊടുക്കേണ്ട, കാരണം ഇയാൾ നിരന്തരമായിട്ട് ഡീഫോൾട്ട് വരുന്ന ഒരു എഞ്ചിനീയർ ആണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ വീണ്ടും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോ ആ വർക്ക് ക്യാബിനറ്റിന്റെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ വർക്ക് ഈ വിജയ് കൺസ്ട്രക്ഷൻ നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്തിലെ 90% വർക്കുകളും എടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ്. അതിപ്പോ ബിനാമി കോൺട്രാക്ടർ എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു മോശം വർക്കത്തില്ല. പക്ഷേ ഇതിന്റെ പുറകിൽ ഈ റോഡ് ഒരിക്കലും നന്നാകരുതെന്നുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ ആളുകൾക്കുണ്ട്. ആ കോൺട്രാക്ടറായിട്ട് ഞാൻ സംസാരിച്ചാണ്, അയാൾ വെറുതെ പേപ്പറിൽ മാത്രമേ ഉള്ളതുള്ളൂ, വർക്കൊക്കെ ചെയ്യണത് വേറെ ചില ആളുകളാണ്. അപ്പോ ഈ റോഡ്, ഈ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡ് ഒരിക്കലും ശരിയാകരുതെന്നുള്ള ചില ആളുകളുടെ ദുഷ്ടലാക്കാണ് ഈ വർക്ക് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നതിനുള്ള കാരണം. പക്ഷെ എത്ര തടസ്സം ഉണ്ടെങ്കിലും ഈ മഴ കഴിയുമ്പോഴേക്കും ഗവൺമെന്റ് തന്നെ ഇടപെട്ട്, ഗവൺമെന്റ് ഇത് കൃത്യമായിട്ട് അറിയാം, മന്ത്രിക്ക് അടക്കം ഇതറിയാം, ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ സത്യം മറച്ചു പിടിച്ചുകൊണ്ട് 6 തവണ നമ്മൾ കൃത്യമായിട്ട് അയാൾക്ക് സമയം അനുവദിച്ച് 7ാം തവണയും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു കോൺട്രാക്ടർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സമരം. ആ കോൺട്രാക്ടർ സഹായിക്കാൻ വേണ്ടിയാണ് അവർ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. അതിന്റെ പാവഭാരം PWD മിനിസ്റ്റർക്കും MLA പേരിൽ ഇടണമെന്നുള്ളൂ. ഒരു വർക്ക് ചെയ്യാത്തൊരു കോൺട്രാക്ടർ, അവര് പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടറിന് വീണ്ടും ഇത് അനുവദിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അതേപോലെ മലയിടംതുരുത്ത് മത്തങ്ങാക്കുരിശ് റോഡ് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ടർ, ഇവരുടെ ഒരു കോൺട്രാക്ടർ എടുത്ത് വർക്ക് ഇട്ടുഴപ്പി 2 വർഷം നമ്മൾ സഹിച്ചു. അയാൾ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കി. ആ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കി പുതിയൊരു കോൺട്രാക്ടർക്ക് വർക്ക് അവാർഡ് ചെയ്തു. ഇപ്പോ മുഹമ്മദ് ഗിനിയാണ്, എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള ഒരു കോൺട്രാക്ടറാണ്. അയാളും കിഴക്കമ്പലം പഞ്ചായത്തിൽ സ്ഥിരമായിട്ട് ഈ വിജയ് കൺസ്ട്രക്ഷന്റെ മുഴുവൻ വർക്കുകളും സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യണത് ഇയാളാണ്. അയാള് ഇപ്പൊ ഒരു കേസ് മറ്റേ നമ്മുടെ ലോകായുക്തയിൽ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. അപ്പൊ ഇത് ഇവരുടെ ഒരു സ്ഥിരം പദ്ധതിയാണ്. ഒരു വർക്കുകളും കിഴക്കമ്പലം പഞ്ചായത്ത് അല്ലാതെ PWDനെ കൊണ്ടോ MLA കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടോ ഒരു വർക്കും ചെയ്യിക്കരുത് എന്നുള്ളൊരു ദുഷ്ടലാക്കോട് കൂടി ഇപ്പോ ഞാനിപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, കിഴക്കമ്പലം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അവിടുത്തെ വർക്കുകൾ ചെയ്യണത് ഏത് പ്രത്യേക കോൺട്രാക്ടർ ആണെന്ന് വെച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും സാറേ, അവിടുത്തെ എല്ലാ വർക്കുകളും വേറൊരു വർക്കുകൾ എടുക്കാനുള്ള കോൺട്രാക്ട് അത് അന്വേഷിക്കാം, നമുക്കിപ്പോ അന്വേഷിക്കാം. അതുപോലെ ഈ 30 കോടി ബാങ്കിലിട്ടു എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് സ്വന്തം പദ്ധതികൾ വെച്ചിട്ട് എത്രയോ റോഡുകൾ കിഴക്കമ്പലത്ത് പഞ്ചായത്ത് റോഡുകൾ, ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും അവരെ ചെയർമാന്റെ വീട്ടിലാണ് സത്യത്തിൽ പോയി സമരം ചെയ്യേണ്ടത്. കാരണം ഈ റോഡുകളൊന്നും പണിയാത്തത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടാത്തത് കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുകളിൽ നിന്നുള്ള നിർദ്ദേശം വൈകുന്നതുകൊണ്ട് പല റോഡുകളും ഇപ്പൊ ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ സമരം ചെയ്യേണ്ടത് കിറ്റെക്സ് ചെയർമാനും 2020 ചെയർമാനുമായിട്ടുള്ള സാബു ജേക്കബിന്റെ വീട്ടുപിടിക്കൽ ആണെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ടാർ ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയെങ്കിലും, ഒരു ഉദാഹരണത്തിന് ഇത്രയും വലിയ ടൗൺഷിപ്പ് എന്ന് പറയുന്ന കിഴക്കമ്പലത്ത് സിംഗപ്പൂർ മോഡലിന് അവകാശപ്പെടുന്ന ടൗണിൽ ഒരു ടോയ്ലറ്റ് പോലും 9 വർഷമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടെ വരുന്ന ആളുകൾ എവിടെയാണ് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. അത്രയും മോശമായൊരവസ്ഥ. എനിക്ക് തോന്നുന്നു മറ്റു പഞ്ചായത്തുകളിലൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ടൗണിലുണ്ട്, ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം. ഇവരെന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ട. ജനങ്ങളോട് ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ? 100 കണക്കിന് ആളുകളെ ആശ്രയിക്കുന്ന ഇപ്പൊ ബസ് സ്റ്റാൻഡ് നമ്മൾ ബലമായിട്ട് തുറന്നു കൊടുക്കേണ്ടി വന്നപ്പോ, ജനകീയമായിട്ട് തുറന്നു കൊടുക്കേണ്ടി വന്നപ്പോ
അതിനെതിരെ കേസ് കൊടുക്കാൻ പോണം. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരിത് മുന്നോട്ട് പോകുന്നത്. അപ്പോ എനിക്കതില് പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടുത്തൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. അവരൊക്കെ വെറും ചട്ടുകങ്ങളായിട്ട് സാബു ജേക്കബ് പറയുന്നതിനപ്പുറം പോകാൻ അവർക്കും കഴിയുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് കൊടുക്കുന്ന ധനസഹായങ്ങൾ ഇല്ലാതെയാകും. അപ്പൊ അവര് കൊടുക്കുന്ന ധനസഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഓമന പേരിട്ട് 20,000 25,000 അവരുടെ പെർഫോമൻസ് അനുസരിച്ച് കൊടുക്കുന്നുണ്ടെന്നാണ്. അവർ മീറ്റിങ്ങിൽ കൂടുതൽ വന്നാൽ പൈസ കൂടുതൽ കൊടുക്കും എന്നുള്ള രീതിയിൽ പൈസ കൊടുക്കുന്നതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിന്റെ കോപ്പി എല്ലാവർക്കും നിങ്ങൾക്ക് തരും. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനോട് റോഡിനോടൊക്കെ തീർത്തും അവഗണന അറിയപ്പെട്ടിരിക്കുന്നത്. MLA-ക്ക് തൊടാൻ കഴിയും, MLA-ക്ക് ചെയ്യാൻ കഴിയും. പുതിയ എന്തെങ്കിലും പദ്ധതി ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ബസ് സ്റ്റാൻഡ് ഇപ്പൊ നിർമ്മിച്ചിട്ടുള്ളത്. അത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ നമ്മള് മൂവാറ്റുപുഴയ്ക്കും അല്ലെങ്കിൽ പട്ടിമറ്റത്തേക്കും പോകുന്ന സൈഡിൽ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ ജനകീയമായിട്ട് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പെർമനന്റ് ആയിട്ട് MLA ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് കൊടുത്ത് ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പഞ്ചായത്തിന്റെ അനുമതി ഒന്നും വേണ്ട. കാരണം ആ സ്ഥലത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഇപ്പൊ ആസ്തിയിൽ ഇപ്പോഴും സർക്കാർ തന്നെയാണ്. അപ്പൊ അത് സർക്കാരിന്റെ ആസ്തിയിലുള്ളത് കൊണ്ട് NOC-യുടെ ആവശ്യമില്ല. കിഴക്കമ്പലം പഞ്ചായത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും ഫണ്ട് കൊടുക്കാൻ നമ്മൾ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പറയാം, അവിടെ ഇവരൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടുമെന്നാണ് പറയുന്നത്. MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിക്കാം. അവരതിൽ ഫണ്ടില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കെട്ടാത്തത്. 2 വർഷമായിട്ട് ഒരു നന്നായിട്ട് കിടന്ന ഒരു കെട്ടിടം പൊളിച്ചു കിടന്നത് 2 വർഷമായിട്ട്. ഇപ്പൊ എന്താ, ആർക്കിടെക്സ് കമ്പനിയിൽ അടക്കമുള്ള തൊഴിലാളികൾ ഞായറാഴ്ച ഷോപ്പിംഗ് നടത്താൻ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നുള്ള സ്ഥലമായിട്ട് അത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പോകുന്നതല്ലേ. അവിടെ ഫണ്ട് ഇല്ലെങ്കിൽ ഫണ്ട് കൊടുക്കാം. പക്ഷെ അതിന് ഭരണസമിതി വിചാരിക്കണ്ടേ. ഈ കിഴക്കമ്പലത്ത് 90% ഈ പറയുന്ന കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എടുക്കുന്ന ഇന്ത്യ കൺസ്ട്രക്ഷൻ ആണ്. അവർക്കെതിരെ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൂടെ? അല്ല, അതിൽ നിയമപരമായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. വേറെ ആരും പേടിച്ചിട്ട് ആ പഞ്ചായത്തിൽ ഒരാളും വർക്ക് എടുക്കാൻ വരുന്നില്ല. അത് അന്വേഷിക്കണം. അപ്പൊ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തത് പഞ്ചായത്തിലും കാണാത്ത രീതിയിലുള്ള പ്രവണതയാണ് ഇവിടെ കാണുന്നത്. അവർ മാത്രം എടുക്കുന്നു, എന്നാൽ വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു 2020 നീക്കമായിട്ട് കാണുന്നുണ്ടോ? അല്ലെ, അവരുടെ റോഡുകള് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ പഞ്ചായത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം. ഇപ്പൊ ഏതെങ്കിലും റോഡ് മോശമായി കിടന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു വരുത്തുന്നത് ഇവരുടെ ഗ്രൂപ്പുകൾ പറഞ്ഞു വരുത്ത MLA MP-യും ഇടപെട്ടാണ് അത് തടസ്സപ്പെടുത്തുന്നതാണ്. ഇന്ന് വരെ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഞങ്ങൾ ഇന്ന റോഡിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇവരൊരു DDC-യിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കില്ല, MLA-മാര് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല. പിന്നെ എവിടെയാണ് ഇവർ പറയുന്നത്? അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന പ്രശ്നമാണെന്ന് പരിഹരിക്കാനുള്ള നമ്മൾ ജനകീയമായിട്ട് ഉള്ള വേദികളുള്ളത്. അത് ചില ആളുകളുടെ വീട്ടിൽ ചേരുന്ന കുടുംബയോഗത്തിലല്ലല്ലോ തീർക്കേണ്ടത്. ഓഫീസർമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇവിടെ വരികയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലല്ലേ. അതിന് പകരം എല്ലാത്തിനും തടസ്സം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രശ്നവും ഇന്ന് വരെ, കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിനാണ് എനിക്ക് തോന്നുന്നത് 4 വർഷം, ഒരു 3 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് മുഴുവൻ അംഗങ്ങളും. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റിന്റെ അടക്കം പഞ്ചായത്ത് മെമ്പർമാര് MLA വിളിച്ച യോഗത്തിൽ വന്നത് വലിയ കാര്യം. അപ്പോഴും മുകളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടാണോ വന്നത് അതോ അല്ലാതെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ യോഗത്തിൽ അവർ വന്നത് നല്ല കാര്യം. അതാണ്, ഒരു യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് ഒന്നില്ലെങ്കിൽ സംസാരിക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം കാഴ്ചക്കാരായിട്ടാണോ ജനപ്രതികൾ മാറേണ്ടത്? എന്തായാലും തീരുന്നവരവർ ഇരുന്നല്ലോ, അതൊരു രീതിയൊക്കെ സഹകരണമല്ലേ?
അല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് അവരാദ്യമായിട്ട് വന്ന് MLA-യുമായിട്ട് അല്ലെങ്കിൽ ജനപ്രതിയുമായിട്ട് സഹകരിക്കാൻ കാണിച്ച വലിയ മനസ്സിന് അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാറായി കഴിഞ്ഞപ്പോ മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോ മാർക്കറ്റ് അവരുദ്ദേശിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ച് പഞ്ചായത്തിന്റെ സാങ്ഷൻ പോരാ, സർക്കാരിന്റെ സാങ്ഷൻ കൂടി അനിവാര്യമാണ്. അതിന് പല പ്രാവശ്യം ഇവർ അപേക്ഷ കൊടുത്തിട്ടും സർക്കാർ സ്വീകരിച്ചില്ല എന്നൊരാക്ഷേപം നിലനിൽക്കണ്ടല്ലോ. എവിടെയാണ് അപേക്ഷ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അല്ല, അതൊക്കെ ഈ കേട്ടുകേൾവിയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിൽ MLA ആണ്. വികസന പ്രവർത്തനത്തിൽ മറ്റു പഞ്ചായത്തുകളിലൊക്കെ പ്രശ്നങ്ങൾ അവര് DDC-യിലും അല്ലെങ്കിൽ MLA-യുടെ ശ്രദ്ധയിലൊക്കെ പെടുത്താനാണല്ലോ ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പഞ്ചായത്തിന് മാത്രമായിട്ട് ഒരു ഭരണസമിതി ഇല്ല. എന്റെ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ വികസനം നടക്കണ്ടെങ്കിലോ അത് ഞാൻ കൂടി അറിയാന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. ആ മര്യാദ അവർ കാണിക്കുന്നില്ല. അവർക്ക് തടസ്സം ഉണ്ടെങ്കിൽ അത് തടസ്സം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ വിളിച്ചിറങ്ങണം. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് മീറ്റിംഗ് വിളിക്കാം. ഈ പൈസയുടെ ഷോർട്ടേജ് കൊണ്ടാണ് ഈ പൈസ അനുവദിക്കാം. ഏത് അതുകൊണ്ടാണ് ഇപ്പൊ അവര് പറയുന്നത് എന്താ, അവരുടെ ആരോപണം ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു സാമാന്യ മര്യാദക്ക് ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയാൾ ഒരു സാമാന്യ മര്യാദ ഓക്കെ, ഇനി കോവിഡിന്റെ സമയമൊക്കെ ആയിരുന്നിരിക്കാം, ആദ്യത്തെ വർഷം ഒരു 6 മാസം നീണ്ടുപോയി, രണ്ടാമത്തെ പ്രാവശ്യം നീണ്ടുപോയി. പക്ഷെ ഇപ്പൊ 6 പ്രാവശ്യം ഇയാൾ വർക്ക് ചെയ്യാണ്ടിരുന്നപ്പോ ഇയാൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കോൺട്രാക്ടർക്ക് വേണ്ടിയാണ് ഈ 2020 രാഷ്ട്രീയ കക്ഷി ഇപ്പൊ 2020 ഇയാൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എങ്ങനെ നടത്തും? അതാണ് 5 പ്രാവശ്യം ടെൻഡർ ചെയ്തു. അല്ല, 5 പ്രാവശ്യം ടെൻഡർ ചെയ്തു. ഇത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. 5 പ്രാവശ്യം ടെൻഡർ ചെയ്തു. 6ാമത്തെ തവണ ഒരാൾ വന്നെടുത്തു. 47% ഹൈക്ക്. കാരണം 2021 ഇനിഷ്യേറ്റ് ചെയ്ത് വർക്കല്ലേ. അപ്പൊ 2023, 24 ആവുമ്പോഴേക്കും ആ 3 വർഷത്തെ ഹൈപ്പ് സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ വെച്ചുകൊണ്ടാണ് 47% ഹൈക്ക് വന്നത്. ആ ഹൈക്കാണ് 10% കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ക്യാബിനറ്റിന് ഡിസിഷൻ വേണ്ടി വരും. ആ സമയത്താണ് ഇയാൾ വീണ്ടും കോടതിയിൽ പോയത്. വിജയ് കൺസ്ട്രക്ഷൻ വീണ്ടും ഹിയർ ചെയ്യാൻ പറഞ്ഞു കോടതി. അപ്പൊ അങ്ങനെ വരുന്ന ഇതെങ്ങനെയാണ് തടസ്സപ്പെടുത്താൻ? 3-4 തവണ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സ്വാഭാവികമായിട്ട് അവര് നോർമലി നിങ്ങൾ ഹിയർ ചെയ്യാൻ പറയും. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇപ്പൊ കോടതിയിൽ കേസില്ല. ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ അയാൾ കോടതിയിൽ രണ്ടാമത് അവസാനം പോയി കഴിഞ്ഞപ്പോ ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് കേൾക്കാൻ പറഞ്ഞു. ചീഫ് എഞ്ചിനീയർ അത് കേട്ടു, തള്ളി. ഇപ്പൊ ടെൻഡർ നടപടികളായിട്ട് നമ്മൾ പോവുകയാണ്. MLA നിലവിൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഈ കൺസ്ട്രക്ഷൻസിനെതിരെ ഒരു രീതിയിലുള്ള ആരോപണം 2020 ഉന്നയിക്കുന്നില്ല. ഇപ്പൊ ഏകദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഒരു പരാജയം ഭയന്നിട്ടാണോ നിലവിൽ സാബു ഇപ്പൊ ഇത്തരത്തിലുള്ള കുതന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങളെ പിടിച്ചു നിർത്താൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കെടുകാര്യസ്ഥത പിടിച്ചു നിർത്താൻ വേണ്ടി, ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്, അവരാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അവർ വണ്ടി പോകുമ്പോൾ ചെറിയ കുട്ടികളടക്കം എന്ന ആ ഒരു സമീപനം മാറ്റി അവരെ ഈ കോൺട്രാക്ടർ അവർ പറഞ്ഞ അവരെ സ്വന്തം കോൺട്രാക്ടർ അല്ലേ പറഞ്ഞു മാറ്റി കേസ് കൊടുക്കാണ്ടിരിക്കുന്ന പോലും നമുക്ക് പകുതി പ്രശ്നം തീർക്കാൻ പറ്റും. ഇത് ഓരോ തവണയും ഇത് MLA-യുള്ള വ്യക്തിപരമായി തീർക്കാൻ 100 വഴികൾ വേറെ ഉണ്ട്. അവർക്ക് അത് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം എന്ത് കേസ് വേണമെങ്കിലും കൊടുത്തോട്ടെ. ഇപ്പൊ അങ്ങനെയുള്ള ഒരു മത്തങ്ങാക്കുരിശ് മലയടന്തുരുത്ത് റോഡ് ഇപ്പൊ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ എനിക്കതിനെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, റോഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷമാണല്ലോ. ഇപ്പൊ BMBC നിലവാരത്തിൽ പൂർത്തീകരിച്ചു. അതിനുശേഷം MLA-നോട് വൈരാഗ്യം തീർക്കാൻ ഏത് കേസും കൊടുത്തോട്ടെ. അതേപോലെ ആ സമീപനം തന്നെ ഈ റോഡിൽ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇവരുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോട് നമ്മുടെ റോഡ് മോശമായതിന്റെ ഉത്തരവാദിത്വം അത് ഭംഗിയാക്കേണ്ടത് PWD-യാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്താൽ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് സർക്കാരിനില്ലേ.
ഇത് ഇപ്പൊ വർഗീസേട്ടന് ഇപ്പോഴും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അത് 6 തവണ അല്ലെ തടസ്സങ്ങൾ അല്ല പറയട്ടെ അല്ലേ? എത്രയോ പ്രാവശ്യം ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മള് ഇത് മോശമായി കിടക്കാന്ന് പറഞ്ഞ് വാർത്തയിലുണ്ട്. അത് അവിടെ വന്ന് നോക്കിയിട്ട് അവസാനമാണ് അവരൊന്ന് മാന്തി ഒരു ലെവൽ ചെയ്തിട്ട്. അതിനു മുമ്പൊക്കെ അത് കുഴിയൊന്നും അടയ്ക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ല അതാണ് അതിനുള്ള ഒരു അത് ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഇത് ടെൻഡറിൽ നടക്കുന്ന ഒരു ഇതാണ്, ഒരു കോൺട്രാക്ട് എടുത്ത വർക്കാണ്. അതിന്റെ ഇടയിൽ റണ്ണിങ് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അല്ല അതൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് ഇപ്പൊ MLA വരുന്നതിന് മുമ്പ് നമ്മൾ DH MP പറയത് MMOനായി, പിന്നെ VP സഹീന്ദ്രൻ ഇപ്പൊ MLA ആയി. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഈ കാര്യങ്ങള് ഈ റോഡിനെല്ലാം പൊതുവെ എല്ലാത്തിനും വരുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ അന്നേരമൊക്കെ DHന്റെ കാലത്ത് നമുക്കറിയാവുന്ന ഈ PWD-കാരെ പിടിച്ച് കുടഞ്ഞ സമയമുണ്ട് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ. ഒരു കുഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഴി ഒന്ന് മാന്തി ആ വെള്ളം ഒന്ന് കെട്ടിക്കളഞ്ഞാൽ. അല്ല വർഗീസേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും മോശമായി കിടന്ന എല്ലാ റോഡുകളും നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ല കാരണം എല്ലാ റോഡുകളും എത്ര പ്രശ്നങ്ങൾ കിടന്നാണ്. അപ്പോ എത്ര സമരം കൊണ്ട് മാത്രമല്ല, അതില് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം നമുക്ക് പരിഹരിക്കാൻ നമ്മൾ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടി പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ നന്നായിട്ട് അറിയാവുന്ന കോൺട്രാക്ടറും ചില തൽപര കക്ഷികളും നിരന്തരമായിട്ട് കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ടാണ് ഇത് നീണ്ടുപോയത്. നമുക്ക് ഏകദേശം അതിപ്പോ അടുത്ത ഫയൽ ഇപ്പോ ഫിനാൻസിൽ പെൻഡിങ് ആണ്. ആ ഫയൽ ക്ലിയർ ചെയ്തതിനു ശേഷം ക്യാബിനറ്റിൽ പോകണം. ക്യാബിനറ്റിൽ അപ്രൂവൽ എടുത്താൽ മാത്രമാണ് നമുക്കത് വർക്കായിട്ട് മുന്നോട്ട് പോകാം. അല്ല അത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല. റോഡ് പണിയും ഇതായിട്ടൊന്നും പ്രശ്നമില്ല. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് പഴയ വർക്കാണല്ലോ, പുതിയ വർക്കല്ലല്ലോ. നമ്മളെ ഈ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത് ഈ സാബു ജേക്കബ് ഒരു PR വർക്കിലാണ് പിടിച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ PR വർക്കൊക്കെ പൊളിയുന്ന പോലെയാണ് ഇത് കണ്ടിട്ട് പോകുന്നത്. അല്ല PR വർക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, പല വർക്കുകളും നമ്മളൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ 2-3 ആളുകളെ വെച്ച് എഴുതി ഉണ്ടാക്കി അത് ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ സിംഗപ്പൂർ മോഡല് ഒരു വലിയ റോഡുകളുടെ AI കാലഘട്ടത്തിലെ അതൊക്കെ. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോ അത് പ്രവൃത്തികളിൽ കൊണ്ടുവരണ്ടേ? കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ എത്ര പഞ്ചായത്ത് റോഡുകൾ ഇപ്പൊ പണി തീരാണ്ട് കിടക്കേണ്ടത് അറിയും? എത്ര റോഡുകൾ? ആ റോഡുകൾ കിടക്കുമ്പോഴാണ് ഇവര് 30 കോടി ഇവര് ഡെപ്പോസിറ്റ് ഇട്ട് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്നത്. ബസ് സ്റ്റാൻഡ്, ഒരു ടോയ്ലറ്റ് പോലും പണിയാൻ പറ്റാത്ത ഭരണസമിതി, മറ്റ് വികസന പ്രവർത്തനങ്ങൾ. അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാതെ 30 കോടി ബാങ്കിലിട്ടിട്ട് എന്താ ആർക്കാ നേട്ടം? ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് അത് 4 പഞ്ചായത്തുകളും, ഒന്ന് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സിന്റെയും നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 4 പഞ്ചായത്തുകളാണ് കേരളത്തിൽ ഇപ്പോ നിയമനം നടക്കാത്തത്. അതിനൊരു കാരണം വളരെ ഏകപക്ഷീയമായിട്ട് അതിന്റെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുകയും അത് പിന്നീട് സർക്കാർ തന്നെ ഇടപെട്ട് അത് തിരുത്തുകയും അതിനുശേഷം പുതിയ അംഗങ്ങളെ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം 2 വർഷം 1.5 വർഷമായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് നിയമപ്രകാരം ഇതിന്റെ ചെയർമാനായിട്ടുള്ളത്, CDPO അതിന്റെ കൺവീനർ. പക്ഷെ പല പ്രാവശ്യം ഇവര് കത്ത് കൊടുക്കുകയും ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് നിരന്തരമായിട്ട് ഈ മീറ്റിംഗ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അവസാനം ഞാൻ തന്നെ DDCയിൽ നിർദ്ദേശിച്ച് കളക്ടറുടെ പ്രത്യേക യോഗത്തിൽ ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കമ്മിറ്റി വിളിക്കാൻ തീരുമാനിക്കുകയും, എന്നാൽ കമ്മിറ്റി വിളിച്ചതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇവർ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഹൈക്കോടതിയിൽ സമീപിക്കുകയും ഈ മീറ്റിംഗ് ഞങ്ങള് ഇല്ലാതെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. പക്ഷെ കോടതി ആ വാദം നിരാകരിച്ചുകൊണ്ട് ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണഘടനാപരമായ ചുമതലയാണ്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് കേസ് തീർപ്പാക്കി. അംഗൻവാടി വർക്കേഴ്സിന്റെ ആ നിയമനം ഇന്റർവ്യൂ നടത്തേണ്ട പോലും അങ്ങനെ വീണ്ടും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കമ്മിറ്റി കൂടി. പക്ഷെ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതിൽ പങ്കെടുത്തില്ല. കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും 4 പേര് പങ്കെടുത്തില്ല. അപ്പോ ഇതിലൊരു നമ്മൾ ഇന്ന് കണ്ടൊരു നിയമവശം, ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടീസ്, ഭരണഘടന ഞങ്ങൾ അനുസരിക്കാമെന്നും ഞങ്ങളുടെ ഡ്യൂട്ടീസ് ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോ
പഞ്ചായത്ത് പ്രസിഡന്റുമാര് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇന്ന് DDCയിൽ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതിന്റെ ചുമതല കളക്ടറാണ് നിർവഹിക്കേണ്ടത്. അപ്പോ 4 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അതിനുള്ള അനുമതി ഈ പറയുന്ന മുകളിലുള്ള ആള് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭരണഘടനയെ അല്ല അവരുടെ പ്രശ്നം, അവർക്ക് ജനങ്ങളല്ല പ്രശ്നം. ആ മുകളിൽ ഇരിക്കുന്ന ആൾ എന്ത് പറയുന്നോ പുള്ളിക്ക് ഭരണഘടന എന്ത് അല്ലെങ്കിൽ വേറെ എന്താണെന്നൊന്നും പുള്ളിക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് നമ്മളെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്യാത്തത് കൊണ്ട് അവർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇന്ന് DDCയിൽ ആവശ്യപ്പെട്ടത്. ഈ സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഗോഡ്സില്ലയില് നിലവില് അവിടെ പട്ടയം ഇല്ല എന്നുള്ളൊരു രീതിയിലുള്ള സംസാരം കേട്ടിരുന്നു. ലൈഫ് പദ്ധതിയിൽ പെടുത്തിയാണ് ഈ 2020 ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. അത് 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, പഞ്ചായത്ത് പോലും അല്ല, രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുത്തു എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നീടാണ് വസ്തുതകൾ പുറത്തു വന്നത്. ഇതല്ല സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ പെടുത്തി ചെയ്തതാണ്. ആ സ്ഥലം സർക്കാരിന്റെ റവന്യൂ സ്ഥലമായിരുന്നു. അന്ന് ചില ആളുകൾക്ക് അതിൽ പട്ടയം ഉണ്ടായിരുന്നു, ചില ആളുകൾക്ക് പട്ടയമില്ല. അപ്പൊ ഇവര് ചെയ്തത് അന്നത്തെ ഭരണസമിതി, ഈ 2020 തന്നെ ഭരണസമിതി ചെയ്തത് എല്ലാ സ്ഥലങ്ങളും ആ പട്ടയം ഉള്ളതും ഇല്ലാതും എല്ലാം കൂടി ഒരു പ്ലോട്ടാക്കി നിശ്ചയിച്ച്, പട്ടയം ഉള്ള ആളുടെ പ്ലോട്ട് ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. വീടൊക്കെ പണിത് കൊടുത്തതിന് ശേഷം ഇവർക്ക് ആ വീടോ ആ പറമ്പോ കൊണ്ട് യാതൊരു പ്രയോജനം കിട്ടുന്നില്ല. ഇവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു ലോൺ എടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് വിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെ ഓണർഷിപ്പ് ഇവരുടെ പേരിലല്ല. അപ്പൊ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ള ആളുകൾ MLAയുടെ ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ തഹസിൽദാരെ വിളിക്കുകയും തഹസിൽദാരുടെ അടുത്തുനിന്ന് അതിനെ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനും ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ 1-2 പട്ടയങ്ങൾ കിട്ടിയവരുടെ പട്ടയം ക്യാൻസൽ ചെയ്തതിന് ശേഷം ആ പട്ടയങ്ങൾ മുഴുവൻ ഈ സ്ഥലം മുഴുവൻ എടുത്ത് രണ്ടാമത് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇപ്പൊ നിലവിലുള്ള ആളുകളുടെ നമ്മൾ അതിന്റെ അളവൊക്കെ എടുത്ത് അങ്ങനെ തീരുമാനിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും അവർ സഹകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ആവശ്യമാണല്ലോ ഇതിപ്പോ. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട. ഇതിൽ 2020-കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, CPM-കാരുണ്ടാവും, BJP-കാരുണ്ടാവും. പക്ഷെ ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട, അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എത്തിച്ചു കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ കടമ. ആ കടമ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ദിവസം 2020-യുടെ ഏറ്റവും മുതിർന്ന ജില്ലയിലുള്ള BJP-യിലേക്ക് കടന്നായിട്ട് വാർത്തകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഏകാധിപതിയിൽ നിന്ന് മറ്റൊരു ഏകാധിപത്യ പാർട്ടിയിലേക്ക് മാറിയെന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. സമാനമായ ചിന്തകളുള്ള, വർഗീയ സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് അതിലെ അംഗങ്ങൾ ഒന്ന് വീട് മാറിയെന്ന് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, അതേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സമാനമായ ചിന്താഗതികളുള്ളവര് അതിനെ കുറിച്ചുള്ള ഒരു കമന്റ് വേണോ അതിന്? അതുകൊണ്ടാണോ ഈ നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ സാബുവും ജേക്കബ് ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? അല്ല, സാബു ജേക്കബ് അല്ലെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തില്, ഏതെങ്കിലും ഒരു കാര്യത്തില്, ജനകീയ വിഷയങ്ങളില്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ചോദിച്ചപ്പോ ഉള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു പരാമർശം നടത്തിയതായിട്ട് ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് കേവലം കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏതൊരു കമ്മിറ്റിയിൽ അദ്ദേഹം ഇപ്പോ അതിലൊരു കമ്മിറ്റി അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വരം കൊടുത്ത കൈക്ക് അദ്ദേഹം ഒരിക്കലും അപ്പൊ അത് ആ കമ്മിറ്റി അദ്ദേഹത്തിന് കൊടുത്ത കമ്മിറ്റിയിൽ, അപ്പൊ അത് BJP-യിൽ ചേരാന്നുള്ളത് 2 സഹോദരന്മാര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു കാര്യം കൂടി, നിലവിൽ പോകുന്ന ആളുകളൊക്കെ ഇവരെ പ്രധാനപ്പെട്ട ചുമതലയിടുന്ന ആളുകളൊക്കെയാണ്. അവസാനമായിട്ട് പോകാൻ പോകുന്ന ഒരു പക്ഷേ സാബുവും ജേക്കബ് ആണോ? അങ്ങനെ രീതിയിലുള്ള ചില സംസാരങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. സാബു ജേക്കബ് പോകില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് വേണമെങ്കിൽ MP സ്ഥാനം കിട്ടുമായിരുന്നു, എനിക്ക് എന്ത് വേണമെങ്കിലും കിട്ടുമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ MP സ്ഥാനം ഒന്നും BJP കൊടുത്തില്ല. പകരം കൊടുത്തത് നേരത്തെ പറഞ്ഞ വ്യവസായ വകുപ്പിന്റെ എന്തോ ഉപദേശക സമിതിയില് അദ്ദേഹം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. MP സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഈ ഇത്തരം പ്രശ്നങ്ങൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമാണ് 2020 ഭരിക്കുന്ന മറ്റു പഞ്ചായത്തുകളിലുണ്ടോ? മറ്റു പഞ്ചായത്തുകളിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പഞ്ചായത്തില് വലിയ പ്രശ്നങ്ങള്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാര് പലരും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഉണ്ട്.
അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ നിതാമോള്. പഞ്ചായത്തിൽ ഒരു പ്രധാന വിഷയം ലൈറ്റ് കത്തിക്കാത്ത ഒരു വിഷയം, പ്രത്യേകിച്ച് മഴയും നാശല്യം ഇപ്പൊ കൂടുതലും. ലൈറ്റിന്റെ പ്രശ്നം പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പൊ ലൈറ്റിന്റെ പേരിൽ വലിയ ലൈറ്റ് ചലഞ്ച് എന്തായിരുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച്. ഇതൊക്കെ പിരിച്ച പൈസ എവിടെയാണ്? ഇതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ഇത് ആരാണ് പിരിച്ചത്? ഈ പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ എവിടെയെങ്കിലും കണക്ക് ഇവർ പറയുന്നുണ്ടോ? ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ബാധകർ, ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലക്ക് ഇവര് വിരിച്ച പൈസയും ചെലവാക്കിയ പൈസയും അല്ല, ഞാൻ പറഞ്ഞ പഞ്ചായത്തുകൾ ഇവര് നേരിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. ഇവര് കൊടുക്കേണ്ടത് എന്താ? പഞ്ചായത്തിലേക്ക് ആ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് വർക്കായിട്ടല്ലേ ചെയ്യേണ്ടത്. അതല്ലേ ട്രാൻസ്പെറൻസി. ജനങ്ങളാൽ വിശ്വസിച്ച് ഒരു അവരുടെ ഭരണസമിതി തന്നെ ആയിക്കോട്ടെ, അവരുടെ ഭരണസമിതി ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് ഈ പൈസ പോയി കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാത്ത? ഇവരുടെ ഭരണസമിതിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് പകരം അവര് ചെയ്തത് ആ 2020 എന്ന് പറയുന്ന ആളുകള് എവിടെയൊക്കെ 1-2 ലൈറ്റ് ഇട്ടത് ഒഴിച്ചാൽ ഈ പൈസ എവിടെ പോയി? ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ പഞ്ചായത്തുകൾക്ക് ഡെപ്പോസിറ്റ് കൊടുത്ത് അതൊരു ഡെപ്പോസിറ്റ് വർക്കായിട്ട് എടുക്കണ്ടേ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസ ഒരു കണക്കും കാര്യങ്ങളും വേണ്ടേ? ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിന്റെ ഇപ്പോ നമ്മള് ചിത്രപ്പുഴ വന്നില് IOC ജംഗ്ഷൻ വരെ ഉള്ളത് 30 കോടിയുടെ വർക്ക്, 30 അല്ല 25.5 കോടി, 30 കോടി. ടൗൺ 4 വരി പാതയാക്കാൻ വേണ്ടി ഇപ്പോ BPCLന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തു. അവിടം തുടങ്ങി നമ്മൾ ഇവിടം വരെ പള്ളിക്കര വരെ 12 കോടിയുടെ നമ്മുടെ വർക്ക്, PWD വർക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷമുള്ള വർക്കാണ് കിഴക്കമ്പലം തുടങ്ങി പോഞ്ഞാശ്ശേരി ഉള്ള വർക്കാണ് ഈ നേരത്തെ പറഞ്ഞ വിജയ് കൺസ്ട്രക്ഷൻ. ഇല്ല, ഊട്ടിമറ്റം അപ്പുറത്തെ മണ്ഡലമുണ്ട്, നമ്മുടെ മണ്ഡലമല്ല, അത് വേറെയാണ്, പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ കീഴിലാണ് ഊട്ടിമറ്റം റോഡ്. അപ്പൊ അതിന് അല്ല, PWD റോഡിന് ചെയിനേജ് ഉണ്ട് മണ്ഡലത്തിന്റെ ഇതനുസരിച്ചിട്ട്, ഇന്ന സ്ഥലം തുടങ്ങി ഇന്ന സ്ഥലം വരെ എന്നുള്ളത്. അപ്പൊ റോഡുകൾ ഞാൻ പറയട്ടെ, ഇത് അല്ല, ചിത്രപ്പുഴ തുടങ്ങി പോഞ്ഞാശ്ശേരി നമ്മുടെ മണ്ഡല അതിർത്തി, റോഡിന്റെ പേരാണ് 2. അതായത് അതിന്റെ 2 പാലം, ഒരു പാലവും കൂടി അതിന്റെ സൈഡിൽ വരും. പക്ഷെ അതൊക്കെ കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പൊ ഡിസൈൻ ഇതിലേക്ക് നമ്മളിപ്പോ അയച്ചിട്ടുണ്ട് പാലം പണിയായിട്ട് ബന്ധപ്പെട്ട്. ആ മോശാവസ്ഥയിലാണ് ഇപ്പൊ ഇന്ന്. അതില് ഇപ്പൊ നമ്മൾ അതുകൊണ്ട് റിഫൈനറിയുടെ റിക്വസ്റ്റ് പ്രകാരം ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ റിഫൈനറിയുടെ അടുത്ത് തന്നെ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ DDCയിൽ അതൊരു ഇപ്പൊ എഗ്രിമെന്റ് ആയിട്ടില്ലാത്ത വർക്കാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ PWDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, റണ്ണിങ് കോൺട്രാക്റ്റിൽ പെടുത്തി എങ്ങനെയും ഈ മഴ മാറുമ്പോഴേക്കും ചെയ്യാൻ പറഞ്ഞ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള, ഞാനിപ്പോ 2020 എന്നുള്ള പ്രസ്ഥാനം വിട്ടേക്ക് നമ്മള് ഭരണസമിതി കയറി കഴിഞ്ഞാൽ ഏത് ഭരണസമിതി ആണെങ്കിലും ആ ഭരണസമിതി ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഇതുവരെ എവിടെയായിരുന്നു? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ രണ്ടാമത് ചില സ്ഥലങ്ങളിലൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞങ്ങൾ എന്തോ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാതിരുന്നതിന് കാരണം MLA ആണ് MP ആണെന്ന് ഇപ്പോഴാണ് പറയാൻ തോന്നുന്നത്. ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാനിപ്പോ എന്റെ അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ഒരു കേട്ടോ. അല്ല, ഇലക്ഷൻ വരുമ്പോഴല്ല, ഞാൻ ചെയ്യണ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്ത ഉടനെ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഞാൻ വിളിച്ചു പറയാറുണ്ട്. കാരണം ജനം അറിയണ്ടേ. ഇത് ഇലക്ഷൻ വരുമ്പോൾ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയതിനു ശേഷം ഈ ഏകദേശം ഒരു 4.25 വർഷം കൊണ്ട് ഒരു 1500-2000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ ഓൺഗോയിങ് നടക്കുന്നുണ്ട്. അതിന് എൻ്റെ കയ്യിൽ കണക്കുണ്ട്, തെളിവുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യം ചെയ്തതെന്ന് ഏതെങ്കിലും പഞ്ചായത്തില്, ഞാൻ അതുകൊണ്ട് ചോദിച്ചേ, നമ്മളറിയുന്നില്ല, ജനം അറിയട്ടെ. MLA ആയ എനിക്ക് പോലും അറിയുന്നില്ല അവിടെ ഒരു കിഴക്കമ്പലം ടൗണിൽ ഒരു പൊതു ടോയ്ലറ്റ് പഞ്ചായത്തിന്റെ ഉണ്ടോ? പറച്ചേട്ടൻ പറയും. അറിയാമെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ, പത്രത്തിലൊന്ന് എഴുതി കഴിഞ്ഞാല് അവിടെ കയറി ജനം ഒന്ന് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കട്ടെ. ഇപ്പൊ ചെയ്യണ എന്താ? ഒന്നിനും പാർട്ടി ഓഫീസിൽ വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ആളുകൾ രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഈ വയസ്സായ സ്ത്രീകളും
നമ്മളെ ആദ്യമായിട്ട് ഇത് പരിഹരിക്കാനാ നമ്മൾ നോക്കണ്ട, അല്ലാണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും അത് ചെയ്യാനും അങ്ങനെയല്ലല്ലോ. പള്ളിയാണ് ഇപ്പൊ ആശ്രയം. എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാവും. MLA ആദ്യമായിട്ട് ആണ് ഇപ്പൊ MLA ആദ്യമായിട്ടാണ് ശ്രീജൻ ആദ്യമായിട്ട് MLA ആവുന്നത്. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഒരു മികച്ച MLA അവാർഡ് അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 140 MLA ഉള്ളത് വെച്ച് ഏറ്റവും മികച്ച MLA എന്നുള്ള ലെവലിലുള്ള ഒരു അവാർഡാണ് കിട്ടിയത്. അതിനെങ്ങനെ നോക്കിക്കിടന്നു? അല്ല, അതിനൊരു ഒരു കാരണം, ഞാൻ ഈ നിയോജകമണ്ഡലത്തിന്റെ പ്രത്യേകത തന്നെയാണ് അതിനൊരു കാരണം. ഞാനതില് നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും 2020 ആണെങ്കിലും നമുക്ക് നല്ല വിമർശനങ്ങളും ഇടപെടലുകളും ഉണ്ടെങ്കിലാണ് നമ്മുടെ പ്രവർത്തനം മികച്ചതാകുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ ശക്തമായ പ്രതിപക്ഷം 2020 ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ എപ്പോഴും ആ പ്രതിപക്ഷത്ത് അവരുള്ളതാണ് എന്നെ സംബന്ധിച്ച് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതിന് അവരോട് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ പഞ്ചായത്തുകളെ എന്തോ ജനം സ്വാഭാവികമായിട്ട് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചില കാര്യങ്ങൾ. പഞ്ചായത്തിൽ 4 പഞ്ചായത്തുകളിൽ ഇപ്പൊ ഇപ്പൊ അവര് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നല്ലോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മറ്റ് പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടത്, മറ്റ് പഞ്ചായത്തുകൾ തുടങ്ങിയ ഇത് എവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ, ഞാൻ 5 ലക്ഷം രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ 3 പഞ്ചായത്തുകളിൽ എവിടെയെങ്കിലും ഇന്നത്തെ ഡേറ്റിൽ എവിടെയെങ്കിലും തുടങ്ങിയായിട്ട് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കാണിച്ചു തന്നെ ആൾക്ക് എന്താ ചെയ്യുക? അല്ല, ഞാൻ അതാ 1 ലക്ഷം രൂപയല്ലേ അവർ പ്രഖ്യാപിച്ചത്. 5 ലക്ഷം രൂപ ഞാൻ MLA എന്നുള്ള രീതിയിൽ ഞാൻ പ്രഖ്യാപിക്കുക. അതല്ലേ വേണ്ടത്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതല്ല, അവർ നടപ്പിലാക്കണ്ടേ. ഇനി പോകാൻ പോകുന്ന നേരത്തിന് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഇപ്പൊ പ്രഖ്യാപിക്കുന്നതല്ല, കഴിഞ്ഞ 4.25 വർഷമായിട്ട് ഇവർ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ ഇലക്ഷൻ സ്ട്രാറ്റജി ആണെന്ന് റീസെന്റ് എഴുതിയാൽ മതി. കിഴക്കമ്പലം പഞ്ചായത്ത് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കാരണം ഇത് പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവനും നടപ്പിലാക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മികച്ച പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ തവണ പ്രകടനപത്രിക പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നത് അത് ആളുകളിലേക്ക് എത്തിക്കാതെ പോയത് ഈ കഴിഞ്ഞ തവണയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള തോൽവിക്ക് കാരണമായിട്ടുണ്ട്. ഇത്തവണ വളരെ വ്യക്തമായിട്ട് ഇവര് നടപ്പിലാക്കാത്ത കാര്യങ്ങളൊക്കെ വിശദമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നും MLA ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ല, ഞാനിപ്പോ 2020 വലിയ കൊഴിഞ്ഞു പോക്ക് അതിന് ഉദാഹരണമാണ്. ഇപ്പൊ കിഴക്കമ്പലം, മഴുവന്നൂര്, ഐക്കരനാട്, കുന്നത്തുനാട്, അവിടെയുള്ള 2020 അംഗങ്ങൾ പോലും ഇപ്പൊ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയതിന് കാരണം അവര് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു വെറും തട്ടിപ്പായിരുന്നു, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി. ഇപ്പൊ റീസേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു എലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു എന്ന് ഉള്ള ബോധ്യം അവരുടെ ഇടയിൽ വന്നുകൊണ്ടാണ്. അത് മറ്റു പാർട്ടിക്കാർക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ 2020 അംഗങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിജയമായിട്ട് ഞാൻ കാണുന്നത്.